ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാവ്യം ദിലീപ് റൂമിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെ പെരുമാറുന്നു, അവർ റൂമിൽ വെച്ച് എന്ത് ചെയ്യുന്നു, ആ കാര്യങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ദിലീപ് സ്വന്തം മക്കളെ വിളിച്ച് സത്യം ചെയ്തുകൊണ്ട് എന്താണ് പറഞ്ഞത് അതിനെക്കുറിച്ച് രാഘവ് ഈശ്വർ പറയുന്ന കുറെ കാര്യങ്ങളും, അതുപോലെ ഈ അഡ്വക്കേറ്റ് ടി ബി മിനി നെ കുറച്ച് പൊളിച്ചടക്കുന്നുണ്ട്. അതുപോലെ ബസ്സിൽ വെച്ച് വലിയൊരു അടി നടന്നിട്ടുണ്ട് അതിജീവിതയും അതുപോലെ നമ്മുടെ ദിലീപും കൂടിയിട്ട്. അതെന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻ നടത്താൻ പോകുന്നത് കേട്ടോ. അതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടനും കൂടി അമർത്തിക്കുള്ളൂ കേട്ടോ. 2010 ഒരു അമേരിക്കൻ ഷോ ഉണ്ടായിരുന്നു കേട്ടോ. അതിന്റെ സ്റ്റേജ് ഷോയിൽ കാവ്യ മാധവ, റിമി ടോമി, നാദിർഷ, ദിലീപ്, അതിജീവിത ഇവരൊക്കെ കൂടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പൊ ഇവരിലെ ദിലീപും കാവ്യയും കൊണ്ട് ഇങ്ങനെ ഒരുമിച്ച് റൂമിലേക്ക് വരും. അവർ അവഹിതത്തിന് വേണ്ടി വരുന്നത്, വൃത്തികേട് ചെയ്യാനാണ് വരുന്നത്. ആ സമയത്ത് ഇത് അറിഞ്ഞുകൊണ്ട് റിമി ടോമി എണീറ്റ് പോകുന്ന പറയുന്നത്. അപ്പൊ റിമി ടോമി എണീറ്റ് പോകുമ്പോൾ സ്വാഭാവികമായി ഞാനും എണീറ്റ് പോകും. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്, എനിക്കത് മനസ്സിലാവുന്നില്ല. റിമി ടോമി എണീറ്റ് പോയിക്കോട്ടെ, പക്ഷെ നമുക്ക് ഇരിക്കണമെന്ന് തോന്നി നമ്മൾ അവിടെ ഇരിക്കുക തന്നെ വേണം. അപ്പൊ അതിജീവിത പറയുന്നത് ഞാൻ എണീറ്റ് പോകുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യകത ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിജീവിത കൊടുത്ത മൊഴിയിലാണ് കേട്ടോ അങ്ങനെ പറയുന്നത്. ദിലീപും കവിയും അവിഹിതം ചെയ്യാനെങ്കിൽ അവർ പ്രത്യേകമായിട്ട് എവിടെയെങ്കിലും പോയിരിക്കട്ടെ, എല്ലാവരും ഇരിക്കുന്ന ഇടയിൽ വന്നിരുന്നിട്ടാണോ അവിഹിതം ചെയ്യാൻ പോകുന്നത്? അപ്പൊ അതിന്റെ ആവശ്യമില്ല. ഇനി അതുപോലെ തന്നെ പോലീസ് DGP പറയുന്നിട്ടുണ്ട്, ഒരു ശ്രീലേഖ അല്ലെ, ആ മേഡം പറയുന്നുണ്ട് ഫോട്ടോഷോപ്പാണ് ദിലീപും അതുപോലെ തന്നെ പൾസർ സുനിയും തമ്മിൽ ഫോട്ടോഷോപ്പാണ്. ദിലീപിന്റെ ബാക്കിൽ പൾസർ സുനി ഒരു 50 മീറ്റർ അപ്പുറം അങ്ങനെ നിൽക്കുന്നേ, അതൊരു ഫോട്ടോഷോപ്പ് ആക്കി എടുത്തതാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ പിന്നെ അതിനപ്പുറം വലിയ തെളിവൊന്നും നമുക്ക് വേണ്ടല്ലോ അല്ലെ. പോലീസ് അവിടെ ഇരുന്ന് പറയുകയാണ്, പോലീസ് കെട്ടിച്ചമച്ച കഥകളാണ്, ഈ ഫോട്ടോഷോപ്പാണ് എന്ന് പറയുന്നുണ്ട്. ഇതേപോലെ രാഹുൽ ഈശ്വർ പറയുന്നുണ്ട്, എന്താണ് നമുക്ക് ദൈവത്തിന്റെ കയ്യൊപ്പ് എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു ഫോട്ടോ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആരാണ്? മീഡിയക്കാരാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു ഫോട്ടോ ഇറക്കിയിട്ടുണ്ടായിരുന്നു, ദിലീപും ഒരു വേറൊരാളും നിൽക്കുന്നത്. ഇതാണ് പൾസർ സുനി എന്ന് പറഞ്ഞിട്ട്. റിയാസ് എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. റിയാസ് എന്ന് പറഞ്ഞ ആളെ കുറിച്ച് ഇതുപോലെ അപവാദം കുറെ പറഞ്ഞുണ്ടാക്കി. ദിലീപിന്റെ ഒപ്പം പൾസർ സുനി നിൽക്കുന്നു, ദൈവത്തിന്റെ കയ്യൊപ്പാണെന്നൊക്കെ പറഞ്ഞ മീഡിയക്കാര് കുറെ പറഞ്ഞുണ്ടാക്കി. ഇതൊക്കെ ജനങ്ങൾ വിശ്വസിച്ചും ചെയ്തു. ഇതൊരു ഫോട്ടോഷോപ്പ് ആയിരുന്നില്ലേ? ഇത് ഫോട്ടോഷോപ്പ് അല്ല കേട്ടോ, ഇത് ഒറിജിനൽ ഫോട്ടോ തന്നെയാണ്. റിയാസും അതുപോലെ തന്നെ ദിലീപും കൂടിയിട്ട് നിൽക്കുന്നത് ഒറിജിനൽ ഫോട്ടോ തന്നെയായിരുന്നു. ഇനി അതിനെക്കുറിച്ച് നമ്മുടെ രാഹുൽ ഈശ്വർ എന്താണ് പറയുന്നത് നോക്കൂ. ഇത് ചോദിക്കുമ്പോ പത്രക്കാർക്കൊന്നും യാതൊരു മറുപടിയും ഇല്ല കേട്ടോ, അവർ മിണ്ടാതിരിക്കുകയാണേ. മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം, എന്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ? പൾസർ സുനിയും ദിലീപും ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി, ദൈവത്തിന്റെ കയ്യൊപ്പുള്ള ഫോട്ടോ എന്ന് പറഞ്ഞു. എവിടെയാ ഫോട്ടോ? ഒന്ന് ആലോചിച്ച് നോക്കുക, നടക്കുന്ന കള്ളത്തരത്തിന്റെ എക്സ്റ്റന്റ് ആലോചിച്ച് നോക്കുക. ദിലീപും റിയാസും എന്ന് പറഞ്ഞ ആള് നിൽക്കുന്നതാണ്. അപ്പൊ ഈ റിയാസും ഒന്ന് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ, എന്താന്ന് നമുക്ക് കേട്ടു. ആദ്യമായിട്ട് ലോകം മൊത്തം മലയാളിയുടെ മുമ്പ് പ്രചരിപ്പിച്ച ഫോട്ടോ എന്റെ ഫോട്ടോയാണ്. ഞാനും ആ മനുഷ്യനും ഒന്നിച്ചുള്ള ഫോട്ടോയാണ്. പൾസർ സുനിക്കൊപ്പം ദിലീപ് എന്ന് പറഞ്ഞ വ്യാപകമായിട്ട് കേട്ടല്ലോ. അപ്പൊ റിയാസിനെ ആടിനെ പട്ടിയാക്കുന്ന കഥയാണ് അവിടെ നടന്നിരിക്കുന്നത് കേട്ടോ. ഇനി ബസ്സിൽ വെച്ചിട്ട് അതിജീവിതയും ദിലീപും തമ്മിൽ ഉഗ്രൻ അടി നടന്നു എന്ന് പറയുന്നു. ഇവര് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബസ്സിൽ കൊണ്ടാക്കുമല്ലോ. അങ്ങനെ കൊണ്ടാക്കുന്ന സമയത്ത് അമ്മയിലത്തെ എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പൊ ദിലീപ് നമ്മുടെ നടിയുടെ അടുത്ത് ചെന്നിരുന്നിട്ട്, അതിജീവിതയുടെ അടുത്ത് ചെന്നിരുന്നിട്ട് ഭീഷണിപ്പെടുത്തി, നീ മഞ്ജുവാരുടെ അടുത്ത് വിളിച്ചു പറയണം, എന്ത് ഇങ്ങനെ നടന്നിട്ടില്ല, അത് ഞാൻ നുണയുണ്ടാക്കി പറഞ്ഞതാണെന്ന് വിളിച്ചു പറയണം എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അതിജീവിത പറഞ്ഞു, ഇല്ല പറയുകയില്ല, ഞാൻ അത് പറയുകയില്ല, തിരുത്തി പറയില്ല, ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞു തന്നെ പറയുന്നു പറഞ്ഞു. അപ്പം ഇതിന് നീ അനുഭവിക്കേണ്ടതായിട്ട് വരും എന്ന് ദിലീപ് പറഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ ബസ്സിലെ വേറൊരാളും ഈ മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ പറഞ്ഞു, അതിജീവിത ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ നടന്നതോ നടക്കാത്തതോ ആയിരിക്കാം. ഇങ്ങനെയൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് അതിജീവിതയെ ബലാത്സംഗത്തിൽ കൊട്ടേഷൻ കൊടുത്തത് ദിലീപാണ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരാളും ഇതിനെതിരെ പറഞ്ഞിട്ടില്ല കേട്ടോ. നമുക്ക് ആ വോയിസ് ഒന്ന് കേട്ടു നോക്കാം. ദിലീപും അതിജീവിതയും തമ്മിൽ ശത്രുത ഉണ്ടാകാൻ പറ്റിയ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മൊഴി നൽകിയിട്ടില്ല എന്നത് പരമപ്രധാനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യൂറോപ്യൻ സന്ദർശനത്തിനിടെ ബസ്സിൽ വെച്ച്, താരങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിൽ വെച്ച് ഒരു വഴക്കുണ്ടായി. അവിടെ വെച്ച് ദിലീപ് അതിജീവിതയുടെ അടുത്ത് വന്നിരുന്ന് ഭീഷണിപ്പെടുത്തുക മാത്രമല്ല ചെയ്തത്, നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ മഞ്ജു വാര്യരോട് നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് തനിക്കും കാവ്യയ്ക്കും എതിരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ മാറ്റി പറയണം, എനിക്ക് തെറ്റുപറ്റിയതാണ്, ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്ന് മഞ്ജു വാര്യരോട് പറയണം എന്ന് ആവശ്യപ്പെടുകയും അതല്ലെങ്കിൽ അനുഭവിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. പക്ഷെ അതന്ന് അതിജീവിതം സമ്മതിച്ചിരുന്നില്ല. ഞാൻ അങ്ങനെ മാറ്റി പറയില്ല, അത് എന്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യണ കാര്യമാണ് എന്ന് അതിജീവിത പറഞ്ഞു. ഈ കാര്യം അതിജീവിത മൊഴിയായിട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ബസ്സിലുണ്ടായിരുന്ന ഒരു താരവും, അത് പ്രോസിക്യൂഷൻ സാക്ഷികളായി ചേർത്തിരുന്ന ഒരു താരവും അതിജീവിത പറഞ്ഞ മൊഴിക്ക് സമാനമായ മൊഴി
അങ്ങനെ ദിലീപ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിലുള്ള ആൾക്കാർ കൊടുക്കേണ്ടതാണ്, മൊഴി കൊടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഇനി അത് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയുകയില്ല. ഇത് രണ്ടുപേരുടെ പക്ഷത്തും ആ കാര്യത്തിൽ വേണമെങ്കിൽ തെറ്റുണ്ടോ ശരിയാണോ എന്നൊക്കെ അറിയില്ല. പക്ഷെ അതുകൊണ്ട് ഒരാള് കൊട്ടേഷൻ കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തം മക്കളെ പിടിച്ചുകൊണ്ട് ആ മനുഷ്യൻ സ്വന്തം മക്കളെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. ഒരച്ഛൻ അല്ലെ, ശരിക്കും ഈ ദിലീപ് എന്ന് പറഞ്ഞ ആള് ഒരുപാട് നല്ല വിശ്വാസം, ദൈവവിശ്വാസമുള്ള ആളാണ്. മക്കളോട് ഭയങ്കര പ്രിയപ്പെട്ട ആളാണ്. സാധാരണ നമ്മളെ കേരളത്തിലുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ് അല്ലെ. അപ്പൊ മക്കളെ പിടിച്ച് നമ്മൾ ഒരാള് നമ്മൾ സത്യം ചെയ്യില്ല. ദൈവവിശ്വാസമുള്ള ആള് ദൈവത്തെയും പിടിച്ചും സത്യം ചെയ്യില്ല. അപ്പൊ ഇങ്ങനെ സത്യം ചെയ്യ, എന്റെ മക്കളാണ് സത്യം, ഞാൻ ഒരിക്കലും ഈ പ്രവൃത്തി ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ സലീം കുമാറാണ് പറയുന്നത്. സലീം കുമാറിനോട് പറഞ്ഞിട്ടുണ്ട്. സലീം കുമാർ ഇത് പറയുമ്പോ അത് വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ചെയ്യുകയില്ല, അങ്ങനെ പറയുകയാണെങ്കിൽ ചെയ്യില്ല. പിന്നെ തെളിവുകൾ ഒന്നും നിരത്താൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്കൊക്കെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഇനി ഇതിനെതിരെ ദിലീപ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവും ഒരാളും എവിടെയും ഹാജരാക്കുന്നില്ല. അപ്പൊ പിന്നെ നമ്മൾ എന്താണ്, കോടതിയെ വിശ്വസിക്കുക എന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. മറ്റേ ഉരുളക്കിഴങ്ങാണെന്ന് അറിയാൻ പോയി ദിലീപിന്റെ സെപ്റ്റി ടാങ്കിന്റെ അളവ് എടുക്കാൻ ഡ്രോൺ തിരിച്ചു വന്നോ അതോ ഇസ്രായേൽ വെടിവെച്ചിട്ടോ? നിങ്ങൾക്ക് നാണമുണ്ടോ? നാണം. റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന ചാനലിന് നാണമുണ്ടോ? ലജ്ജ, സ്വല്പം ഉളുപ്പുണ്ടോ? ആദ്യത്തെ ചോദ്യമാണ്. 8.5 വർഷം ഒരാളെ പ്രതിസ്ഥാനത്ത് അങ്ങ് നിർത്തി നാണം കെട്ട് നിങ്ങൾ തല താഴ്ത്തുമ്പോൾ പുതിയ പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുക അവൾക്കൊപ്പം. പിന്നെ ഞങ്ങളെല്ലാം പിന്നെ ആർക്കൊപ്പം? നിങ്ങൾ എന്താ ചെയ്തേ? ആ പാവം പെൺകുട്ടിയെ മറയാക്കി നിങ്ങളുടെ വൈരാഗ്യം തീർക്കാൻ കഥകളും മിനി കഥകളും ഈ നാടിന് അപസ്വർപ്പ കഥകളുമായി പാവപ്പെട്ട മലയാളിയുടെ തലച്ചോറിനെ ബ്രെയിൻ വാഷ് ചെയ്ത് 8.5 വർഷക്കാലം ഇവിടെ ഒരു വലിയ വക്കീൽ പറയാ, ഹാരിസ് വാസുദേവൻ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? അതായത് ഞങ്ങൾ ഇത് റിപ്പോർട്ടർ ചാനലിൽ ഡിബേറ്റിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് കേട്ടോ ഈ പറയുന്നത്. അവർക്ക് ചോദിക്കുകയാണ്, അവരൊന്നും പറയുന്നില്ല, ഡിബേറ്റ് ആണല്ലോ, അവർക്ക് ഇഷ്ടമുള്ളത് അവർക്ക് പറയാലോ. അപ്പൊ റിപ്പോർട്ടർ ചാനലാണ് ഡ്രോൺ പറത്തി കളിച്ചത് അല്ലെ. അപ്പൊ ദിലീപിന്റെ സെപ്റ്റി ടാങ്കിന്റെ അളവ് എടുക്കാനും ദിലീപ് കാറിൽ കയറുന്നതൊക്കെ നോക്കാൻ വേണ്ടി നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദിലീപിന് ഏറ്റവും അധികം കരിവാരി തെച്ചത് റിപ്പോർട്ടർ ചാനലാണ് അല്ലെ. അപ്പൊ നിങ്ങളുടെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് ഒരിക്കലും എന്താവരുത്, അയാളെ കുറ്റം പറഞ്ഞുകൊണ്ടാവരുത് എന്ന് ഇയാൾ പറയുന്നുണ്ട്. അപ്പൊ ഇയാൾ പറയുന്ന കുറെ കാര്യങ്ങൾ ശരിയാണ്. എന്തിനാണ് ഇങ്ങനെ അവരവരുടെ വീടുകളിലേക്ക് എന്തിനാണ് ഡ്രോൺ പറത്തിയത്, ഇതൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത് കേട്ടോ. ഇനി ദിലീപിനെ കുറിച്ച് ചോദിച്ചിട്ട് ഞങ്ങളുടെ അഭിപ്രായം നേടിയപ്പോ അല്ലെ, അഭിപ്രായം ചോദിച്ചപ്പോ കുറച്ച് ആൾക്കാർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആര് പറഞ്ഞു ദിലീപ് തോറ്റു എന്ന്? ദിലീപ് ഒരിക്കലും തോൽക്കുകയില്ല. മാധ്യമങ്ങൾ കുറെ ശ്രമിച്ചു ദിലീപിനെ തോൽപ്പിക്കാൻ വേണ്ടി, താഴ്ത്താനും. പക്ഷെ ദിലീപ് ഒരിക്കലും താഴുകയില്ല. ദിലീപ് ഇത്രയും കാലം ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, 8.5 വർഷം ഇവിടെ ഉണ്ടായിരുന്നല്ലോ, കുറച്ച് മാനസിക വിഷമങ്ങൾ നേരിട്ടു എന്നല്ലാതെ നിങ്ങൾ ആർക്കെങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞോ ദിലീപിനെ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ തട്ടി കയറുന്നുണ്ട് കേട്ടോ. അത് ഇപ്പൊ 2 വിഭാഗം ഉണ്ടാവും. ദിലീപിനെ കുറച്ച് പേര് ഉയർത്തുകയും കുറച്ച് പേര് താഴ്ത്തുകയും ചെയ്യും. ജനരോഷമാണത് അല്ലെ. ഇനി ദിലീപിനെ വിമർശിച്ചിട്ടും ഇതുപോലെ തന്നെ ഒരു പ്രേക്ഷക വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കാം. എനിക്ക് ഒരു താല്പര്യമില്ല. അയാളൊക്കെ എന്തോന്ന് മഹാനാണ്. അയാൾക്കൊക്കെ എന്തെങ്കിലും നിലപാടുണ്ടോ മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട്? അവനൊക്കെ വെറും അവനൊക്കെ ഗ്ലോറിഫൈ ചെയ്തോട്ടെ, നമുക്കെന്താ. അഖിൽ മാരാറില്ല, അഖിൽ ദിലീപ് ഭാഗമായ സിനിമ കാണില്ല. കാരണം ദിലീപ് റേപ്പിന് വേണ്ടി കൊട്ടേഷൻ കൊടുത്ത ആളാണ്. ദിലീപ് അതിജീവിതയെ അത്ര ഇല്ലാതാക്കാൻ ശ്രമിച്ച ആളാണ്. ബാക്കിയുള്ള ആൾക്കാർ അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയ ആളാണ്. സിനിമാ മേഖലയിലെ മൊത്തം പിടിച്ചു നിർത്തുന്ന ലോബിയാണ്. അതുകൊണ്ട് ദിലീപിന്റെ സിനിമകൾ ബഹിഷ്കരിക്കും. ദിലീപ് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ ആ നാളുകൾ മലയാള സിനിമയുടെ നല്ല നാളുകളാണ്. മലയാള സിനിമ ലോകോത്തരത്തിൽ എത്തിയ നാളുകളാണ്. ദിലീപിന്റെ സിനിമയിൽ മാറ്റി നിർത്തിയാൽ മാത്രമേ ഇനിയും അങ്ങനെ ലോകോത്തരമായിട്ട് മലയാള സിനിമയ്ക്ക് മുന്നേറ്റം ഉണ്ടാവുള്ളൂ. എന്തൊക്കെയാണ് ഈ പറയുന്നത്? കേരളക്കാരെ പറയിപ്പിക്കാൻ കുറെ എണ്ണം. ഇത്രേ പറയാനുള്ളൂ. ഒരാളെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അയാളെ കുറിച്ച് ക്രിറ്റിസൈസ് ചെയ്യണമെങ്കിൽ മാന്യമായി ക്രിറ്റിസൈസ് ചെയ്യണം. അല്ല, അയാൾ കുറ്റാരോപിതനാണ് എങ്കിൽ നമുക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ വേണമെങ്കിൽ. പക്ഷെ ഇപ്പൊ അയാൾ കുറ്റവിമുക്തനാണ്. അയാൾ ഓരോ അക്ഷരം പോലും പറയാൻ ഒരാൾക്കും അധികാരമില്ല. ഇനി ലാലേട്ടനൊക്കെ പറയുന്ന ഇവരെന്താണ്? ഇവരുടെ മനസ്സൊക്കെ എന്താണ്? ലാലേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ എവർഗ്രീൻ നായകനാണ്. ഏത് കാലഘട്ടവും എല്ലാ കാലഘട്ടത്തിലെ ജനങ്ങളെയും ഒരുമിച്ച് പിടിച്ചു നിർത്തിയ ആളാണ് ലാലേട്ടൻ. ഇന്നൊരു ബുദ്ധിയില്ലാതെ പെരുമാറില്ല എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ ഇവരൊക്കെ എവിടെ നിന്ന് വരുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. ഇതൊക്കെ എന്ത് പ്രേക്ഷക? ലാലേട്ടനൊക്കെ വളരെ തരം താഴ്ന്ന രീതിയിലാണ് പറയുന്നത്. ഇവരൊന്നും സിനിമയെ പ്രേമിക്കണ്ട, സിനിമയെ ഇഷ്ടപ്പെടണ്ട. പക്ഷെ ഇവരുടെ വാക്കുകളൊക്കെ നോക്ക്, എന്തോ മൂർച്ചയേറിയ വാക്കുകളാണ്. ക്രിറ്റിസൈസ് ചെയ്യാം ഒരാളെ നമുക്ക്, അതെ. പക്ഷെ ക്രിറ്റിസിസം എന്താവരുത്, ഒരാളെ നോവിക്കുന്ന തരത്തിലാവരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി ടി ബി മിനിയുടെ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. വക്കീല്, നമ്മുടെ ജീവന വക്കീലുണ്ടല്ലോ ടി ബി മിനി. ടി ബി മിനിയുടെ ചില ടി ബി മിനിയെ എല്ലാം തലയിലേറ്റ് നടക്കുക എന്നതാണ് കേട്ടോ. ടി ബി മിനി കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ട് അതിൽ ഭയങ്കര വൈറലായ കുറെ വീടുകൾ ഉണ്ടായിരുന്നു അല്ലെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ദിലീപിന്റെ ഒപ്പം ദിലീപാണ് ബലാത്സംഗം ചെയ്തത്, ഇത്ര കുഴപ്പമില്ലായിരുന്നു, പൾസർ സുനി ഒരാളെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് പ്രശ്നമായത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വൈറലായ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോ തിരുത്തി പറയുന്നുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അറ്റമൂലം കട്ട് ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ ഒരു വീട് പറഞ്ഞിട്ടുണ്ടല്ലോ, അറ്റമൂലം കട്ട് ചെയ്താലും ഇതൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത്.
ചോദിക്കുന്നത്. ഇനി ഈ ടി ബി മിനി പറയുന്നത് നോക്കൂ, 17-ാം വയസ്സിൽ നക്സലൈറ്റ് ആയിരുന്നു എന്ന് പറയുന്നു. അത്രയും ഞങ്ങൾ ധീര സഖാവാണ്, ധീര യോദ്ധാവാണ്, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത്. അതൊക്കെ ഓക്കെ, ധീര സഖാവ് തന്നെയാണ്, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ പറയുന്നു 70കളിൽ കല്യാണം കഴിച്ചു വരുന്ന പെൺകുട്ടികളെ ആദ്യ രാത്രി ജന്മിക്ക് കൊടുക്കും. അങ്ങനെ ഉണ്ടായിരുന്നു പണ്ട്, നമ്മൾ പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, ആദ്യ രാത്രി ജന്മിക്ക് കൊടുക്കും. അപ്പൊ ഈ ആദ്യ രാത്രി എല്ലാ അർത്ഥത്തിലും കൊടുക്കുന്ന പറയുന്നത് കേട്ടോ. അപ്പൊ അതിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ള CPIM-ൽ നിന്നിട്ട് പിളർന്ന ഒരു വർഗം ജനങ്ങളുണ്ടായിരുന്നു എന്ന്. ആ ജനങ്ങളാണ് ഇതിനെതിരെ ആഞ്ഞടിച്ച് ആ ജന്മിത്തം ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മനുഷ്യർ, ഒരു കൂട്ടരുണ്ടായിരുന്നു. ആ കൂട്ടരിൽ പെട്ട ആൾക്കാരാണ് ഈ പറയുന്ന നക്സലൈറ്റ്, അതായത് ഈ പറയുന്ന ടി ബി മിനി എന്നൊക്കെ പറഞ്ഞ ആളെ തന്നെ കുറെ പുകഴ്ത്തുന്നുണ്ട്. പിന്നെ പറയുന്നത് എന്നെ ഈ കേസിൽ നിന്ന് മാറ്റണം എന്നാണ് ഇവരുടെ ആവശ്യം. അപ്പൊ ഇയാളെ വിചാരം ഇയാൾ ഭയങ്കര പ്രമാദ വക്കീലാണ് എന്നാണ് ആളുടെ വിചാരം കേട്ടോ. ഒരുപാട് കേസ് തെളിയിച്ച ആളെന്ന് നമ്മളൊന്നും ഇതുവരെ കേട്ടിട്ടില്ല ഇയാളെ കുറിച്ചിട്ട്. പിന്നെ മറുനാടൻ കുറെ കുളില്ലാത്ത വക്കീലാണെന്നൊക്കെ പറഞ്ഞ് മറുനാടൻ കുറെ അപവാദം പറഞ്ഞുണ്ടാക്കുന്ന എന്നെ കുറിച്ചിട്ട്. ഞാൻ ഏത് കേസിലാണ് തോറ്റിരിക്കുന്നത്, എല്ലാ കേസിലും ഞാൻ ജയിച്ചിട്ടുണ്ട്. ഇനി ഈ അതിജീവിതയുടെ വക്കീൽ ഞാൻ മാത്രമല്ല, കുറെ വക്കീൽമാരുണ്ട്. ഓരോ വിഭാഗം വാദിക്കുന്നത് ഓരോ ആൾക്കാരാണ്. മെമ്മറി കാർഡിന്റെ വിഭാഗം ഞാനാണ് വാദിച്ചത്, അത് ഞാൻ ജയിച്ചില്ലേ. മെമ്മറി കാർഡിന്റെ കേസ് ഞാൻ ജയിച്ചില്ലേ. അപ്പൊ ഞാൻ ഏത് വിഭാഗമാണ് ജയിക്കാത്തത്? പിന്നെ അതിജീവിതത്തിനെ കുറിച്ച് പറയാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഞാനാണ് എല്ലാ കേസും വാദിച്ചത് എന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം എന്ന് പറയുന്നുണ്ട്. ഇനി പിന്നെ വേറൊരു വൈറലാവാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ള ഒരു കാര്യം കൂടി എടുത്തിടുന്നുണ്ട്. ഈ തെളിവ് വെച്ച്, ഈ തെളിവ് പാകമല്ല എന്ന് പറഞ്ഞിട്ടല്ലേ ഈ ഇവിടുത്തെ ജഡ്ജി വിധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ തെളിവ് വെച്ച് സുപ്രീം കോടതിയിൽ പോയാൽ അവരുടെ തോന്നൽ ആ സമയത്ത് ഈ തെളിവ് മതി എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് ശിക്ഷിക്കപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതിയിൽ പോകുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ്, ഓരോരുത്തരുടെ തോന്നലിനനുസരിച്ചിട്ടാണോ വിധി പറയുന്നത്? നമ്മുടെ നിയമത്തിനനുസരിച്ച് തെളിവുകൾ ഇത്രത്തോളം ഉണ്ടെങ്കിൽ അത്രയ്ക്കും വിധി കാഠിന്യമായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ആ അംബേദ്കറുടെ കാലത്ത് ജനിക്കാമായിരുന്നു. അപ്പൊ എന്താണ് കുറെ നിയമസംഹിതയൊക്കെ ഉണ്ടാക്കി ഇരിക്കുന്ന സമയത്ത് ഇവരൊക്കെ അതിൽ ഇൻവോൾവ് ആക്കാമായിരുന്നു. അപ്പൊ ഇവർക്ക് പറ്റിയ നിയമങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കാമായിരുന്നല്ലോ. ഇതിപ്പോ നമ്മുടെ നിയമങ്ങളുണ്ട്, ആ നിയമങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ജഡ്ജിമാർക്ക് വിധി പ്രസ്താവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ സുപ്രീം കോടതി ചെന്നാൽ അവരുടെ മനസ്സ് ആ സമയത്ത്, ഇനിയിപ്പോ അവര് വീട്ടില് തല്ലൂടി വരുന്ന സമയം വിചാരിക്കും, അവരുടെ മനസ്സ് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ ആ വിധിയാണ് പ്രഖ്യാപിക്കുക. ഒരിക്കലും അങ്ങനെയല്ല, കോടതികൾ അങ്ങനെയല്ല. കോടതികൾ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിയമത്തിനനുസരിച്ചിട്ടുള്ള വിധികളാണ് പ്രഖ്യാപിക്കുക. ഒരാളിലും കാശിലോ പണത്തിലോ ഒന്നും മയങ്ങുന്ന ആൾക്കാരല്ല കോടതികള്. അപ്പൊ ഇത് പറയുന്നത് ആരാണ്? ഒരു അഡ്വക്കേറ്റ് ആണ് ഈ പറയുന്നത്. നമ്മളെ പോലെ സാധാരണക്കാരല്ലേ ഈ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ സുപ്രീം കോടതി പോവാണ് ഈ തെളിവൊക്കെ കൊണ്ടിട്ട്. ഹൈക്കോടതിയിൽ നമ്മുടെ തെളിവുകളൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് പൊളിച്ചെടുക്കുന്നത് കണ്ട. ഹൈക്കോടതിയിൽ ഈ തെളിവുകളൊന്നും ശരിയാ, എന്താ പറയാ, ഞാനൊരു കമന്റ് വായിച്ചിരുന്നു ഒരു സ്ഥലത്ത് കേട്ടോ. അതായത് കൊച്ചു കുട്ടികൾ പോലും ഈ തെളിവുകൾ വെച്ചുകിട്ട് അവർക്ക് ഒരുപാട് തെളിവ് ഉണ്ടാക്കാൻ സാധിക്കും. കൊച്ചു കുട്ടികൾ പോലീസായി നിയമിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തെളിവുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. ഓരോരുത്തർ മാനസികമായിട്ട് അവർ മനസ്സിൽ വരുന്ന രോഷാണ് എഴുതി കാണിക്കുന്നത്. ശരിയാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ഇതൊക്കെ കേട്ടാൽ മനസ്സിലാവും, അയ്യോ ഇന്ന ആളായിരിക്കും, അപ്പൊ അവരൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് മനസ്സിലാവും. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോസ് വെച്ച് പൊളിച്ചടക്കുന്നത്. അപ്പോൾ ടി ബി മിനി അഡ്വക്കേറ്റ് പറയാണ്, ആ മേഡം പറയാണ്, അവരുടെ തോന്നൽ വെച്ചിട്ടാണ് ആ തെളിവുകൾ മതിയായി എന്ന് സുപ്രീം കോടതിയിലെ ജഡ്ജിന് തോന്നുകയാണെങ്കിൽ ആ വിധിയിൽ ദിലീപിനെ തുറങ്കിൽ അടയ്ക്കപ്പെടും എന്നാണ് പറയുന്നത്. ഇതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, താങ്ക് യു.